ഹലോ ഗായ്സ്, നമ്മളിന്ന് ഇപ്പോൾ ഒപ്പപ്പാടായിട്ടുള്ളത് നമ്മൾ ടൂറ് പോവാണ് കോഴിക്കോട്ട് കിട്ടോ. വണ്ടിയിൽ ഞങ്ങൾ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. സത്യത്തിൽ കോഴിക്കോട് എൻ്റെ ഉമ്മമാൻ്റെ ഒരു കുടുംബക്കാരുണ്ട്, അവിടേക്കാണ് നമ്മൾ പോണത്. അവിടുത്തെ ഒരു താത്ത പ്രസവിച്ച് കിടക്കാണ്. കുട്ടീനെ കാണാനായിട്ടാണ് ഞങ്ങൾ പോണത്. ഏതായാലും പോവല്ലേ, അപ്പോൾ ബീച്ചിലൊക്കെ പോവാന്ന് കരുതിയിട്ടൊക്കെ കേട്ടോ നമ്മൾ പോണത്. നമ്മളപ്പോൾ ഉമ്മമ്മ ഉണ്ട്, ഇബമോളുണ്ട്, മിനോളുണ്ട്, മിനോളെ ചെറിയ കുട്ടിയുണ്ട്. ഇവിടെ എത്തിയപ്പോഴാണ് ഇവിടെ കുറേ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ പെയിൻ്റ് അടിക്കണുണ്ട്. NSSൻ്റെ പരിപാടി ആട്ടത്. NSSൻ്റെ ഇത് ചെയ്ത് കൊടുക്കുകയാണ്, NSS ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ബ്ലോക്കിൽ കുറേ നേരം നിൽക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് നല്ല മനോഹരമായ പുഴകളൊക്കെ കണ്ടു കേട്ടോ. ആ പുഴൻ്റെ അവിടെ പാലപ്പണി നടക്കുന്നുണ്ട് കേട്ടോ. ഉഗണയ്ക്ക് ഇബമോളൊന്ന് ഛർദിച്ചു, ആകെ കൊളായിട്ടോ. ഒന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ. നിങ്ങൾക്കാർക്കും അത് കണ്ടിട്ടൊന്നും ഇതാവണ്ട. പിന്നെ ഇവിടെ എന്തോ മദ്രസേൻ്റെ റാലിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ബാക്കിൽ വരുന്ന ഒരു പജേറ കേട്ടോ. എന്താല്ലേ അതിൻ്റെ ഒരു മൊഞ്ച്. പോലീസുകാരൻ സുഖമായി കൊടയും പിടിച്ച് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. പജേറക്ക് ഫൈൻ കിട്ടിയോന്നാവോ, മോഡിഫൈഡ് ആണ്. ഞങ്ങളുടെ കൂടെ കുറേ നേരം ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അടുത്തേക്ക് എത്തുന്നവരെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ അത് ഓവർടേക്ക് ചെയ്ത് അങ്ങ് പോയി പജേറോ. പിന്നെ ഞങ്ങൾ ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി എല്ലാവരും കൂടി ഹോട്ടലിൽ കയറിട്ടോ. കുട്ടിക്കുള്ള ഫുഡൊക്കെ ഞങ്ങൾ കൊടുന്നിരുന്നു കേട്ടോ. ഞങ്ങൾ ഫ്രൈഡ് റൈസ് ആട്ടോ ഓർഡർ ചെയ്തത്. നല്ല രസമുണ്ടായിരുന്നു ഫ്രൈഡ് റൈസ്. പിന്നെ അതിൻ്റെ കൂടെ ഫ്രൈഡ് ചിക്കനും ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നല്ല രസം തന്നെയായിരുന്നു. മിനോളും ഉമ്മമ്മയും ബിരിയാണി ആട്ടോ കഴിച്ചത്. ഓൾക്ക് അതാണ് ഇഷ്ടം. മിനോള് പറഞ്ഞാൽ എൻ്റെ അപ്പാൻ്റെ അനിയത്തി ആട്ടോ, എൻ്റെ അമ്മായിൻ്റെ കുട്ടികൾ തന്നെയാണ് ഈ ഇശയും ഈ ബെക്കെ. എല്ലാവരും അങ്ങനെ ചെറുപ്പത്തിൽ വിളിക്കണ കേട്ടിട്ട്, ഞങ്ങളെ ചെറുപ്പത്തിൽ എല്ലാവരും വിളിക്കണ കേട്ടിട്ട് ഞങ്ങളും വിളിച്ചതാട്ടോ. ഇപ്പം അത് ശീലം മാറ്റാൻ പറ്റുന്നില്ല കേട്ടോ. പിന്നെ അതാ അവിടെ ട്രെയിനിൻ്റെ പാലോ അങ്ങനെ എന്തേറ്റെ. ഈ പച്ച ബസ്സുകളുണ്ടോ, ഇതൊന്നും നമ്മളെ മലപ്പുറം ജില്ലയിൽ കാണലില്ലല്ലോ. നമ്മളെ മലപ്പുറം ജില്ലയിൽ മഞ്ഞല്ലേ കാണല്. മൈസൂറി മഞ്ഞയല്ല, നീലട്ടോ. അപ്പോൾ അത് കോഴിക്കോട് എത്തിയപ്പോൾ പച്ച ബസ് കണ്ടപ്പോൾ നമ്മൾ വീഡിയോ എടുത്തതാണ്. ട്രെയിൻ പാലൊക്കെ നമ്മൾ കടന്നു കേട്ടോ. എൻ്റെ ഇടയിൽ പിന്നെ ഞങ്ങൾ കുട്ടീനെ കാണലൊക്കെ കഴിഞ്ഞ് ആ വീട്ടിൽ നിന്ന് പോന്നു കേട്ടോ. അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. അങ്ങനെ നമ്മൾ മുട്ടായി തെരുവിൽ എത്തിട്ടോ. അവിടെ നല്ല ഓഫറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ അവിടുന്ന് ഞങ്ങൾ ഒന്നും വാങ്ങിയില്ല കേട്ടോ. അവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കുറേ ബോട്ടുകളുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നിർത്തി വീഡിയോ എടുത്താൽ കേട്ടോ. പിന്നെ നമ്മൾ അവിടുന്ന് പോയിട്ടോ.
എല്ലാവരും കൂടി കാറിൽ കൊള്ളാനിട്ട് കാക്കു മദ്രസന്ന് സിയാർത്ത് പോയിരുന്നു. അന്നാട്ടോ ഞങ്ങൾ കോഴിക്കോട്ടേക്ക് പോയത്. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും നേരെ ഇരുന്ന് സുഖിച്ചു പോയിട്ടോ. പിന്നെ എന്തിൻ്റെ ഏറ്റവും ഇവിടെ ഒരു എക്സ്പോ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഞങ്ങൾ വെറുതെ കണ്ടു, കയറൊന്നും ചെയ്തില്ല ഗൈസ്. പിന്നെ എന്താ ഞങ്ങളിവിടെ ബീച്ചിലെത്തി. ഈ ബീച്ചിക്ക് നിങ്ങൾ വന്നിട്ടുണ്ടാവില്ല കേട്ടോ. കോഴിക്കോട് ബീച്ച് പറഞ്ഞാൽ എല്ലാവരും വന്നതാക്കാരം, പക്ഷെ നിങ്ങൾ വന്ന ബീച്ചല്ല കേട്ടോ, ഇത് വേറൊരു ബീച്ചാണ്. ഇതിൻ്റെ പേര് മറന്നുപോയിട്ടോ. ബീച്ചിൽ ഞങ്ങൾ വൈകുന്നേരം അത്ര എത്തിയത്. എന്നിട്ട് അവിടെ കുറേ നേരം എൻജോയ് ചെയ്ത് അവിടെ ഉണ്ടായിരുന്ന അതുമ്മേ നിന്നൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ അസ്തമയം കണ്ടിട്ടാട്ടോ പോയത്. പിന്നെ ചുരണ്ടിയൊക്കെ തിന്ന് ഇങ്ങനെ സമയം കളഞ്ഞു കേട്ടോ. ഇമ്മമ്മി മിന്നോളൊക്കെ പറയുന്നുണ്ട് ഇന്നെടുക്കല്ലേ ഇന്നെടുക്കല്ലേ, എമ്മയൊക്കെ പറയുന്നുണ്ട് ഇന്നെടുക്കല്ലേ. അതുകൊണ്ടാണ് പോലെ നമുക്ക് എടുക്കായിരുന്നു കേട്ടോ. രാത്രി ഞങ്ങളൊരു പാലത്തുമ്മ കയറിയാട്ടോ നിങ്ങൾ കണ്ടത്. ഫുള്ള് കളർ ലൈറ്റ് മിന്നിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഒരു രസം വേറെ ആയിരുന്നു കേട്ടോ. ഈ മറ്റേ പാലത്തിൻ്റെ പൊടിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഒരുപാട് കളർ കൊണ്ടാട്ടോ ഇത് പെയിൻ്റ് അടിച്ചിരിക്കുന്നത്. അങ്ങനെ അതൊക്കെ ഞങ്ങൾ കണ്ടുന്നു കേട്ടോ. ഇത് ഞങ്ങൾ കാണാൻ റോട്ടിൽ നിർത്തിയതല്ല കേട്ടോ. റോട്ടിൽ ഇങ്ങനെ നിർത്താൻ പാടില്ല, പക്ഷെ ബ്ലോക്ക് ആയതുകൊണ്ട് നമ്മൾ റോട്ടിൽ നിന്നൊക്കെ കണ്ടു. കാക്കൂൻ്റെ മദ്രസത്തെ സിയാർത്താട്ടത്. ഇത് ഞാനിതിൽ ഉൾപ്പെടുത്തിയതാട്ടോ ഈ വീഡിയോ. കണ്ടോ, കാക്കു പോയതും കോഴിക്കോട്ടേക്ക് തന്നെ ആയിരുന്നു കേട്ടോ. നമ്മളെടുത്തുകൂടെ ഒരു പൂവൊക്കെ ചെയ്തിരുന്നു, പക്ഷെ നമ്മളത് കണ്ടിട്ടില്ല കേട്ടോ. ഉസ്താദുമാരാട്ടോ. എൻ്റെ കാക്കു ഏറ്റവും ബാക്കിലിരിക്കണ കള്ളി ഷർട്ടാട്ടോ. ബാക്കിയൊക്കെ എൻ്റെ കൂട്ടുകാരാണ്. അവൻ ഏതൊരു ബസ്സിൽ കയറിയാലും ഏറ്റവും ബാക്കത്തെ സീറ്റിലുള്ളൂ കേട്ടോ പോയിരിക്കുക. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഉസ്താദുമാർ ഇതിൻ്റെ ഈ വീഡിയോസൊക്കെ ഇട്ട് തരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റി. കാക്കൂൻ്റെ ഒപ്പം പോവാനായിരുന്നു കേട്ടോ ആഗ്രഹം. പക്ഷേ ഒക്കെപ്പാടായ പൈസ തികയില്ലല്ലോ പറഞ്ഞിട്ട് നമ്മൾ പോയില്ല കേട്ടോ. ഒക്കെ ഉറക്കം തൂങ്ങിക്കൊണ്ടോ ആകെ. എൻ്റെ സങ്കടം തീർക്കാനാട്ടോ ഞങ്ങൾ അന്ന് തന്നെ കോഴിക്കോട്ടേക്ക് പോയത്. അത്രേ ഉള്ളൂ വീഡിയോ. ബൈ ആൻഡ് സബ്സ്ക്രൈബ്.